ചൂടിലാണെന്നറിയാം, വലിയൊരു പ്രവർത്തനത്തിന്റെ പ്രഭാവം കാണുന്നു. എങ്ങനെ പോകുന്നു ഈ ചൂടത്തുള്ള ആ ചൂടാണ് സത്യത്തിൽ നല്ല ചൂടായിരുന്നു. ക്ഷീണിക്കുന്നേ ഇല്ല. ക്ഷീണമുണ്ട്, പക്ഷെ അത് തരണം ചെയ്യും. ഈ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് കേട്ടു, മാറി മാറി വോട്ട് ചെയ്യുകയല്ല, മാറ്റി ചെയ്യുക എന്നുള്ളതാണ് സുരേഷ് മുന്നേറ്റത്തിന്റെ പ്രധാന കാര്യം. ഇപ്പോൾ ഈ ലോക്സഭാ മണ്ഡലത്തിൽ തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മറ്റ് കക്ഷികൾ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ EDF ഉള്ള ഏജൻസികളുടെ കാര്യങ്ങളും കരുവന്നൂർ ബാങ്ക് നിങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ. അപ്പൊ അതിനൊക്കെ എന്താണ് പറയുന്നത്? അല്ല, അതായത് അതിനെ പ്രചാരണ വിഷയമാക്കുന്നത് പോലെ. എന്തിനാ പിടിച്ചു പറിക്കുന്നത് ജനങ്ങളെ? അത്രയും വിചാരിച്ചാൽ പോരെ. വലിയ പൊടിപ്പും തൊങ്ങലും ഡെക്കറേഷനും ഒന്നും വേണ്ടല്ല. ആ പാവങ്ങളുടെ കാശ് തിരിച്ചു കൊടുക്കും. അച്ഛന്മാർക്ക് കൊടുക്കാതെ അവർക്ക് കൊടുക്കും. ഈ തൃശ്ശൂരിലേക്ക് ഇപ്പോൾ വോട്ട് ചോദിച്ചപ്പോൾ കഴിഞ്ഞ തവണത്തെ അതേ മൂടാണോ അതോ അതിനും ഊഷ്മമായിട്ടുള്ള സ്വീകരണമാണ് ഇപ്പോൾ കിട്ടുന്നത്? എന്താ നിങ്ങളെന്താ മനസ്സിലാക്കുന്നത്? ഞങ്ങൾക്ക് നിഷ്പക്ഷമായി സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ വളരെ ഹാപ്പിയാണ്. നിങ്ങളെന്താ മനസ്സിലാക്കുന്നത്? ഞങ്ങൾക്ക് നിഷ്പക്ഷമായി ഞാൻ എൻ്റെ ഹാപ്പിനെസ് പറഞ്ഞു. ശരി, ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ ദൃശ്യങ്ങളും ഒക്കെ ഞങ്ങൾ കണ്ടിരുന്നു. ഒരു സംശയം ചോദിച്ചു. അതായത് ഇപ്പോൾ പത്തനംതിട്ടയിൽ, വയനാട്ടിൽ, തിരുവനന്തപുരത്തൊക്കെ ഒരുപാട് പ്രമുഖ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ എത്തിയിരുന്നു നാമനിർദ്ദേശ പത്രിക. അതിന് പക്ഷെ തൃശ്ശൂരിൽ അത്രയും പിന്തുണ ലഭിക്കാതെ പോയോ? പിന്തുണ എന്ന് പറഞ്ഞത് ദേശീയ നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട്. ഞാനാണ് മത്സരം, തൃശ്ശൂരിൽ ഞാനാണ് മത്സരം. ഇപ്പോ മറ്റൊരാളുടെ സാന്നിധ്യം ആവശ്യമില്ല, പ്രവർത്തനമാണ് ആവശ്യമില്ല. ജനങ്ങൾ എന്നെയാണ് നോക്കുന്നത്. പിന്നെ എന്നെ ഇവിടെ അവതരിപ്പിച്ച അമിത്ഷാജിയെ എനിക്ക് 2 or 3 പ്രാവശ്യം ഇവിടെ വന്ന് പിന്തുണ അർപ്പിച്ച് എൻ്റെ പ്രധാനമന്ത്രി. ഇതിനപ്പുറം എന്താണ്? ഒരു കാര്യം കൂടി, അതായത് ഈ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് സുരേഷ് ഗോപി എത്തുമ്പോൾ ഈ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് മുൻ പ്രതിനിധികൾ പറഞ്ഞു എന്നുള്ളതും തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് എന്താണ്, സുരേഷ് ഗോപി എന്നുള്ള സ്ഥാനാർത്ഥി ഒന്നും പറയുന്നില്ല. ഞാൻ എന്തിനു പറയണം? ഞാൻ ചെയ്തു കാട്ടാം. ഒരു മാറ്റത്തിന്റെ വലിയ വാതിൽ തുറന്നിടും തൃശ്ശൂർക്കാർക്ക് വേണ്ടി. ഉറപ്പായിട്ടും 2029 ഞാനോ എൻ്റെ സ്ഥാനത്ത് വേറൊരാളോ വരുമ്പോൾ വോട്ടിന് വേണ്ടി യാചിക്കേണ്ടി വരില്ല. അവസാനമായിട്ട് ഈ കേരള സ്റ്റോറി ചിത്രം ദൂരദർശൻ പ്രദർശിപ്പിക്കുന്ന പല വിവാദമുണ്ട്. അതിൽ പ്രതികരണം